തിരുവനന്തപുരം നെയ്യാറ്റിൻകര ആറാലുംമൂട്ടിലെ ഗോപന്റെ സമാധിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. അതിനിടെ ഗോപൻ സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കയറിയെന്ന വാദവുമായി യുവാവിൻ്റെ പരാക്രമം. ചെമ്പരത്തിവിള സ്വദേശി അനീഷാണ് അയൽവീടുകളിൽ പോയി അക്രമം കാട്ടിയത്. 3 യുവാക്കളെ വീട്ടിൽ കയറി അകാരണമായി മർദ്ദിക്കുകയും ബൈക്കുകൾ അടിച്ച് തകർക്കുകയും ചെയ്തുവെന്നാണ് പരാതി. പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്ത യുവാവിനെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. നെയ്യാറ്റിൻകര ചെമ്പരത്തിവിള തൊഴുക്കലിലാണ് യുവാവിന്റെ പരാക്രമം അരങ്ങേറിയത്. കഴിഞ്ഞ ദിവസം രാത്രി 12:30-യോടെയാണ് സംഭവം. താമസ സ്ഥലത്തിന് സമീപമുള്ള 3 യുവാക്കളെ വീടുകളിൽ കയറി അകാരണമായി മർദ്ദിക്കുകയും ബൈക്കുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു. വിവരമറിഞ്ഞെത്തിയ പോലീസ് പ്രതി അനീഷിനെ ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്ത് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിലും അക്രമാസക്തനായി പെരുമാറിയതോടെ ഇയാളെ പിന്നീട് ഊളൻപാറ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. മർദ്ദനത്തിൽ 3 യുവാക്കൾക്കും പരിക്കുണ്ട്. ഗോപൻ സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കയറിയെന്നാണ് ഇയാൾ പോലീസിനോടും പറഞ്ഞത്. ചെമ്പരത്തിവിള സ്വദേശിയായ അനി ക്ഷേത്രത്തിലെ പൂജാരിയാണെന്നാണ് വിവരം. ഇയാൾക്ക് നേരത്തെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരുന്നു. ന്യൂസ് 18 നെയ്യാറ്റിൻകര.